മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ ഉള്ളത് തൃശ്ശൂര് കുരിയച്ചിറയിലുള്ള ട്രിച്ചൂർ TVS-ലാണ് കേട്ടോ. എന്താണല്ലേ EV സെഗ്മെന്റിലുള്ള iQube പുതിയ ഒരു വേരിയന്റ് ആയിട്ട് വന്നേക്കാണ്, ഓണയൻ എന്ന് പറഞ്ഞ പേരിൽ കേട്ടോ. അപ്പൊ ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് കേട്ടോ പോവല്ലേ, വാ. പക്ഷേ ഇപ്പൊ നമ്മുടെ ട്രിച്ചൂർ TVS-ലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള വൈശാഖ് ബ്രോ നമ്മളോടൊപ്പം ഉണ്ട്. iQube ഓണയന്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിട്ട് കേട്ടോ. വൈശാഖ് ബ്രോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? പഴയ iQube-ൽ നിന്ന് പുതിയ iQube ഓണയനിലേക്ക് വരുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് TVS കൊണ്ടുവന്നിട്ടുള്ളത്? ബ്രോ, നമുക്ക് പുതിയ iQube ഓൺലൈനിലേക്ക് വരുമ്പോൾ സാധാരണ ഉള്ള ബേസ് മോഡലിനേക്കാളും 2-3 അപ്ഡേഷൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു LED DRL കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ TVS-ന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു Q പാർക്ക് അസിസ്റ്റിന്റെ ലോഗോ. തൊട്ട് താഴെയായിട്ട് നമുക്ക് LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം നൈറ്റ് നല്ല രീതിയിൽ തന്നെ വിസിബിലിറ്റി കിട്ടുന്ന ഒരു ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് വരുന്നത്. LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഹസാർഡോട് കൂടിയിട്ടുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്കിംഗ് കിട്ടുന്ന ഒരു 220 mm ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ടയർ സൈസ് വരുമ്പോൾ നമുക്ക് 19/90-ന്റെ 12 ഇഞ്ചിന്റെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത്. മറ്റ് സ്കൂട്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് നമുക്ക് iQube-ന് കൊടുത്തിട്ടുള്ളത്. സൈഡിലോട്ട് വരുമ്പോൾ iQube-ന്റെ ഇലക്ട്രിക് എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്കിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ iQube-ൽ കണ്ടുവരുന്ന പോലെ തന്നെ Q പാർക്ക് അസിസ്റ്റന്റിന്റെ ലോഗോയും അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിലിറ്റി തരുന്ന ഒരു ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. വൈശാഖ് ബ്രോ, നമുക്ക് LED തന്നെയാണല്ലോ വരുന്നത്? എല്ലാ ലൈറ്റ്സും നമുക്ക് LED ആണ് വരുന്നത്. പുറകിലോട്ട് വരുമ്പോൾ നമുക്ക് ട്വിന്നായിട്ടുള്ള ഹൈഡ്രോളിക് സസ്പെൻഷൻ ആണ് നമുക്ക് വരുന്നത്. 4.4 kW വരുന്ന BLDC ഹബ് മോട്ടറാണ് നമുക്ക് വരുന്നത്. IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് ആണ് വരുന്നത്. തൊട്ട് മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. തൊട്ട് വരുമ്പോൾ നമുക്ക് റൈഡർക്കും പില്ലിയനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്റ്റോറേജിലേക്ക് വരുമ്പോൾ നമുക്കൊരു 30 ലിറ്ററിന്റെ സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പുതിയ വണ്ടിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2.2 kW പുതിയൊരു ബാറ്ററിയാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2.2 kW ബാറ്ററിയാണ് വരുന്നത്. നമുക്കൊരു 0 to 80 2 മണിക്കൂർ കൊണ്ട് നമുക്ക് അതിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവുന്നുണ്ട്. എക്കോ മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു 75 കിലോമീറ്റർ റേഞ്ചും, പവർ മോഡലാണെന്നുണ്ടെങ്കിൽ 60 കിലോമീറ്റർ ആണ് നമുക്ക് റേഞ്ച് കിട്ടുന്നത്. ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ നമുക്കൊരു 30 ലിറ്റർ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു ഹെൽമെറ്റ് നമുക്ക് വെക്കാനായിട്ട് പറ്റും. അതിനകത്ത് തന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ലെഗ് സ്പേസും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രോ, നമുക്ക് സാധാരണ iQube-ൽ കണ്ടുവരുന്ന പോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു ക്യാരി ബാഗൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോ, നമുക്കിനി മീറ്റർ കൺസോളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു 5 ഇഞ്ചിന്റെ TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് നമുക്ക് ചാർജിങ് പെർസെൻറ്റേജ്, എത്ര കിലോമീറ്റർ ഓടുന്നുള്ള ഡിസ്റ്റൻസ് ടു എംപ്റ്റി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ് ടൈമാണ് കൊടുത്തിട്ടുള്ളത്. ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, 2 മോഡ് വരുന്നുണ്ട് നമുക്ക് വണ്ടിക്ക്, എക്കോ മോഡ്, പവർ മോഡ്. ഈ 2.2 kW വരുന്ന iQube ഓൺലൈനിൽ നമുക്ക് എക്കോ മോഡിൽ നമുക്ക് 75 കിലോമീറ്റർ ആണ് റേഞ്ച് വരുന്നത്.
ടോപ്പ് സ്പീഡ് നമുക്കൊരു 50 വരെ പോകാനായിട്ട് പറ്റും എക്കോ മോഡിലാണെന്നുണ്ടെങ്കിൽ. പവർ മോഡിലേക്ക് വരുമ്പോൾ നമുക്ക് 60 കിലോമീറ്റർ ആണ് നമുക്ക് ഫുൾ ചാർജിൽ നമുക്ക് റേഞ്ച് കിട്ടുള്ളൂ. ടോപ്പ് സ്പീഡ് വരുമ്പോൾ ഒരു 70-72 ആ റേഞ്ചിൽ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. സ്വിച്ചസിലേക്ക് വരുമ്പോൾ നമുക്ക് സാധാരണ സ്കൂട്ടറുകളിൽ കണ്ടുവരുന്ന പോലെ ഹൈ ബീം, ലോ ബീം, നോർമൽ ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ. നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹസാർഡ് ലൈറ്റ്, പിന്നെ പാർക്കിങ്ങിൻ്റെ ബട്ടൺ, മോഡ് സ്വിച്ചസ് ആണ് വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പവർ, എക്കോ ആ ഒരു മോഡുകൾ മാറുമല്ലോ അല്ലേ? അതെ, തീർച്ചയായും. നമുക്ക് നിങ്ങളായാലും നമുക്ക് ഈ മോഡ് സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്കോ പവർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. iQube O9 വരുമ്പോൾ എത്ര കളേഴ്സാണ് നമുക്ക് വരുന്നത്? നമുക്കിപ്പോൾ iQube O9 2 കളേഴ്സാണ് വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന വൈറ്റ്, പേൾ വൈറ്റ് കളറും പിന്നെ വാൾനട്ട് ബ്രൗൺ എന്നിട്ട് വേറൊരു കളറും കൂടി ഉണ്ട്. നമുക്ക് 2 കളറാണ് നമുക്ക് വരുന്നത് അല്ലേ? iQube O9 പ്രൈസ് വരുന്നത് എക്സ്-ഷോറൂം പ്രൈസ് വരുമ്പോൾ നമുക്ക് 1,08,000 രൂപയാണ് iQube O9 പ്രൈസ് വരുന്നത്. 1,08,000 രൂപ അല്ലേ? പക്ഷെ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു iQube O9 ഓൺ റോഡ് പ്രൈസും മറ്റുള്ള കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇവിടുത്തെ നമ്പർ നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വരെ വിളിക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ iQube O9 വിശേഷങ്ങൾ പറഞ്ഞു തന്ന അഭിഷേക് ബ്രോ, താങ്ക് യു. പക്ഷെ പറയുമ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ iQube O9 വിശേഷങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.